നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ശ്രീമഹേശ്വരന്റെ അനുഗ്രഹം വാങ്ങിക്കാനാ ഞാൻ കൊണ്ടുപോകാൻ തുടങ്ങിയത്. അത് അച്ഛന്റെ കൂടെ പോയിട്ട് വന്നിട്ടും ചെയ്യാലോ. ഞാനും അതിന് തന്നെയാ കൊണ്ടുപോകാൻ തുടങ്ങിയത്. എങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. രണ്ടാളും പഴയ പോലെ എന്റെ കൈ പിടിച്ചേ. എന്തിനാ മാളു? നിങ്ങളെ രണ്ടുപേരുടെ ആഗ്രഹം പോലെ ശ്രീ മഹേശ്വരന്റെ മുൻപിൽ പോയി പ്രാർത്ഥിക്കാൻ. വാ. മാളു ആദ്യമായിട്ട് മത്സരത്തിന് പോകുന്നതല്ലേ? ശ്രീ മഹേശ്വരനോട് പ്രാർത്ഥിച്ച് അനുഗ്രഹം വാങ്ങിക്കും മോളെ. ശരി ഗംഗേ. പ്രാർത്ഥിച്ചു മോളെ. എന്നും എന്റെ മോൾക്ക് ഈ സന്തോഷം നിലനിർത്തി കൊടുക്കണേ ഭഗവാനെ. എന്റെ മാളുവിന് നന്നായി മത്സരത്തിൽ പങ്കെടുത്ത് വിജയിക്കാൻ നീ സഹായിക്കണേ ശ്രീ മഹേശ്വര. എന്റെ മാളുവിന്റെ എല്ലാ ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും നടത്തി കൊടുക്കണേ ശ്രീ മഹേശ്വര. എനിക്കൊപ്പം എന്നും ഇതുപോലെ എന്റെ അച്ഛനും ഗംഗയും ഉണ്ടാകണേ. ഇത്തിരി ഇല്ലാത്ത ഈ കൊച്ച് ഒരു മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് ഇവരെന്തിനാ ഇത്ര ഷോ കാണിക്കുന്നത്? ഗംഗയുടെ കാര്യം പോട്ടെ, ഈ മഹിയേട്ടനും ഇവരില്ലാതായോ? പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചോ മാളു? എന്റെ ആഗ്രഹം ഞാൻ ശ്രീ മഹേശ്വരനോട് പറഞ്ഞിട്ടുണ്ട്. ആണോ? എങ്കി വാ, ഒരു കാര്യം കൂടി ഉണ്ട്. എങ്ങോട്ടാ ഗംഗ? അതൊക്കെ ഉണ്ട്. മാളു വാ. എന്നോടെങ്ങനെ പറയുങ്ങേ? ഇനി ആരുടെ അനുഗ്രഹമാണ് ഞാൻ വാങ്ങേണ്ടത്? അതെന്താ, ഗംഗ വിളിച്ച മോള് വരില്ലേ? വരും. ഗംഗ വിളിച്ച എവിടേക്കാണെങ്കിലും ഞാൻ വരും. എന്നാ വാ. ഇവക്കെന്താ വട്ടാണോ? ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി മഹിയേട്ടന്റെ മനസ്സിൽ കയറാന്നായിരിക്കും വിചാരം. നാശം പിടിച്ചവളെ ആ നഗലിന്റെ കൂടെ ഇറക്കി വിടാൻ ഓർത്തിട്ട് അത് നടക്കുന്നില്ലല്ലോ. നിന്റെ ഒന്നും ഒരു ആഗ്രഹവും നടക്കാൻ ഈ ഗൗരി അനുവദിക്കില്ല. നീയും നകുലും നടത്തുന്ന ചതിപ്രയോഗം ഏത് മാർഗവും ഞാൻ തടഞ്ഞിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.